ഹലോ മക്കൾ, സോ നമ്മൾ ഫ്ലവർ ടു ഫ്ലവർ, പൂവിൽ നിന്നും പൂവിലേക്ക് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പൂക്കളെ കുറിച്ചാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, മെയിൽ ഫ്ലവറിനെ കുറിച്ചും ഫീമെയിൽ ഫ്ലവറിനെ കുറിച്ചും ചെറിയൊരു ഐഡിയ ഉണ്ടാക്കണം. അതായത് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, ഇതിൻ്റെ ഒരു ഷേപ്പ്, ഇതിൻ്റെ ഒരു ഘടന എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, ചുമ്മാ ഒന്ന് മനസ്സിലാക്കാം, വെറുതെ ഒരു രസത്തിന്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഫീമെയിൽ ഫ്ലവർ, ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ, അപ്പോൾ ആദ്യം ഫീമെയിൽ ഫ്ലവറിനെ പഠിക്കാം, പിന്നെ മെയിൽ ഫ്ലവറിനെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫീമെയിൽ ഫ്ലവർ എന്ന് പറയുമ്പോൾ അത് ഗൈനീഷ്യമാണ്, ഗൈനീഷ്യം അല്ലെങ്കിൽ ജനിപുടം. മെയിൽ ഫ്ലവർ എന്ന് പറയുമ്പോൾ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ കേസരപ്പുടം. സ്വാഭാവികമായിട്ടും രണ്ട് ഈശ്യമാകുമ്പോൾ എന്തായാലും മാറാനൊരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ആലോചിക്കണം, ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ മെയിൽ ഫ്ലവറാണ്, ആൺ ഫ്ലവറാണ് അല്ലെങ്കിൽ ആൺ പുഷ്പമാണ്. അപ്പോൾ ആൻഡ്രീഷ്യത്തിൽ എന്തുണ്ട്, ആയുണ്ട്, ആണിലും എന്തുണ്ട്, ആയുണ്ട്. അപ്പോൾ ആൺ പുഷ്പം അല്ലെങ്കിൽ മെയിൽ ഫ്ലവർ എന്താണ്, ആൻഡ്രീഷ്യം. അത് ആ രീതിയിൽ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫീമെയിൽ ഫ്ലവർ എന്തായിരിക്കും, അത് ഗൈനീഷ്യമായിരിക്കും അല്ലെങ്കിൽ ജനിപുടമായിരിക്കും. ഇത് ജനിപുടം, അത് കേസരപ്പുടം, രണ്ടും രണ്ട് പുടങ്ങളാട്ടോ. ജനിപുടം, കേസരപ്പുടം. ഇനി മലയാളം മീഡിയക്കാർ ഇങ്ങനെ ആലോചിക്കാം, ജനിപുടം എന്ന് പറഞ്ഞാൽ, ജനി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെൺകുട്ടിയുടെ പേരല്ലേ ജനി, ജനി എന്നൊക്കെ പറയുമ്പോൾ പെൺകുട്ടികളുടെ പേരാണ്. അപ്പോൾ ജനിപുടം എന്താണ്, ഫീമെയിൽ ഫ്ലവർ. അപ്പോൾ കേസരപ്പുടം എന്തായിരിക്കും, മെയിൽ ഫ്ലവർ അല്ലെങ്കിൽ ആൺ പുഷ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അത് മാറാൻ പാടില്ല. ആൺ പുഷ്പം എന്ന് പറഞ്ഞാൽ അത് കേസരപ്പുടമെന്നും, പെൺപുഷ്പം എന്ന് പറഞ്ഞാൽ അത് ജനിപുടമെന്നും, പെൺപുഷ്പം എന്ന് പറഞ്ഞാൽ അത് ഗൈനീഷ്യമെന്നും, മെയിൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ അത് ആൻഡ്രീഷ്യമെന്നും. ഓക്കെ അല്ലേ, അപ്പോൾ ആ കാര്യം സെറ്റായി. ഇനി അതിൽ കൺഫ്യൂഷൻ ഇല്ല. ഇനി നമ്മൾക്ക് എന്താണെന്ന് അറിയാം, ഫീമെയിൽ ഫ്ലവർ, മെയിൽ പുഷ്പം, ഫീമെയിൽ പുഷ്പം, അതായത് പെൺപുഷ്പം. ഫീമെയിൽ ഫ്ലവറിൻ്റെ സ്ട്രക്ചർ, ഷേപ്പ്, ഘടന നമ്മൾക്ക് എന്ത് ചെയ്യാൻ പഠിക്കാം. ഇതാണ് ഫീമെയിൽ ഫ്ലവറിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഇതിൽ 4 പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്. എത്ര പ്രധാനപ്പെട്ട ആളുകൾ? 4 പ്രധാനപ്പെട്ട ആളുകൾ. ഓരോരുത്തരുടെയും പേര് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ആദ്യത്തെ ചെങ്ങായി ഇതാ, ഇവനാണ് സ്റ്റിഗ്മ. എന്താണ് പേര്? സ്റ്റിഗ്മ. മലയാളത്തിൽ അവനെ പരാഗണ സ്ഥലം എന്ന് പറയും. പേര് തന്നെ പരാഗണ സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ ആയിരിക്കും എന്ത് നടക്കുക, പരാഗണം അല്ലെങ്കിൽ പോളിനേഷൻ നടക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ഭാഗമാണ് സ്റ്റിഗ്മ. പിന്നെ ഇതാ നീളത്തിൽ ഒരു തണ്ട് പോലെ കാണപ്പെടുന്ന ഈ ഭാഗമല്ലേ, അതാണ് സ്റ്റെയിൽ. എന്താണ് പേര്? സ്റ്റെയിൽ. ഓക്കെ, സ്റ്റെയിൽ. എന്താണ് പേര്? സ്റ്റെയിൽ. ഓക്കെ, ഇനി അടുത്തതാ ഇവൻ ഇവിടെ വലിയൊരു ഓ കണ്ടോ, വലിയൊരു ഓ. ആ ഓയെ വിളിക്കുന്ന പേരാണ് ഓവറി. എന്താണ് പേര്? ഓവറി. അതിനെ മലയാളത്തിൽ വിളിക്കുന്ന പേര് അണ്ഡാശയം. എന്താശയം? അണ്ഡാശയം. നല്ല പേരില്ലേ? ഓക്കെ, കൊള്ളാം. ഇനി ഇതാണ് വലിയ ഓനെ വിളിക്കുന്ന പേരാണ് ഓവറി. ഇനി അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ഓ കണ്ടോ, കുഞ്ഞു ഓ. അതും അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്, പക്ഷേ നേരത്തെ അത്ര വലിപ്പമില്ല. വേറൊരു ഓ. ആ ഓയെ വിളിക്കുന്ന പേരാണ് ഒവ്യൂൾ. എന്താണ് പേര്? ഒവ്യൂൾ അല്ലെങ്കിൽ ഒവ്യൂൾ തന്നെ. അതിൻ്റെ മലയാളം ഒവ്യൂൾ തന്നെയാണ്. അപ്പോൾ 4 ആളുകളാണ്. ഒന്ന് സ്റ്റിഗ്മ, സ്റ്റെയില്, ഓവറി, ഒവ്യൂൾ. അപ്പോൾ സ്റ്റിഗ്മയുണ്ട്, സ്റ്റെയിലുണ്ട്, ഓവറിയുണ്ട്, ഒവ്യൂളുണ്ട്. സ്റ്റിഗ്മയുണ്ട്, സ്റ്റെയിലുണ്ട്, ഓവറിയുണ്ട്, ഒവ്യൂളുണ്ട്. ഇങ്ങനെ ആലോചിക്കാം. 2 എസ് ഉണ്ട്. എത്ര എസ് ഉണ്ട്? 2 എസ് ഉണ്ട്. പിന്നെ 2 ഓയുണ്ട്. കണ്ടോ, ഒരു എസ് സ്റ്റിഗ്മ, ഒരു എസ് സ്റ്റെയില്, പിന്നെ ഒരു ഒ ഓവറി, ഒരു ഒ ഒവ്യൂള്. അപ്പോൾ 2 എസ് ഉണ്ട്, 2 ഓയുണ്ട്, 2 എസ് ഉണ്ട്, 2 ഓയുണ്ട്. സ്റ്റിഗ്മയുണ്ട്, സ്റ്റെയിലുണ്ട്, ഓവറിയുണ്ട്, ഒവ്യൂളുണ്ട്. സ്റ്റിഗ്മയുടെ മലയാളം എന്താ? പരാഗണ സ്ഥലം. ഓക്കെ, പിന്നെ ഓവറിയുടെ മലയാളം എന്താ? അണ്ഡാശയം. ഒവ്യൂളിൻ്റെ മലയാളം എന്താ? ഒവ്യൂൾ തന്നെയാണ്, പ്രത്യേകിച്ച് മലയാളമൊന്നുമില്ല. ഓക്കെ, കിട്ടിയാലോ? ഇനി എന്താണ്, ഇത് മാറരുത്. സ്റ്റിഗ്മയാണ് ഏറ്റവും മുകളിൽ. ഓക്കെ, ഏറ്റവും മുകളിലാണ് ആര്? സ്റ്റിഗ്മ ഉള്ളത്. സ്റ്റെയിൽ എന്ന് പറഞ്ഞാൽ വടിയാണെന്ന് ആലോചിക്കുക. സ്റ്റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വടി. ഓക്കെ, ആ നീളത്തിലുള്ള വടിയാണ് ആര്? സ്റ്റെയിൽ. അങ്ങനെ ആലോചിക്കുക. സ്റ്റെയിൽ എന്ന് പറഞ്ഞാൽ വടി. ഓക്കെ, ഇനിതാ ഈ ചങ്ങായി, ഈ വലിയ ഓയാണെന്ത്? ഓവറി. ചെറിയ ഓയാണെന്ത്? ഒവ്യൂള്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും സ്കോപ്പ് ഉണ്ട്. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇതിൽ ഏറ്റവും ഉള്ളിലുള്ള ഓ ഏതാ? ഒവ്യൂളല്ലേ? ഒവ്യൂളാണ് ഏറ്റവും ഉള്ളിലുള്ള ഓ. ഉള്ളിലുള്ള ഓ ഏതാ? ഒവ്യൂൾ തന്നെ ഒരു ഉള്ളുണ്ട്. ഒവ്യൂൾ, ഉള്ള്. അപ്പോൾ ഏറ്റവും ഉള്ളിലുള്ള ഓ ഏതാ? ഒവ്യൂൾ. അതിൻ്റെ പുറത്തുള്ള ഓ ഏതാ? അത് അണ്ഡാശയം അല്ലെങ്കിൽ ഓവറി. അപ്പോൾ വലിയ വട്ടം ഓവറി, ചെറിയ വട്ടം ഒവ്യൂൾ. വലിയ വട്ടം ഓവറി, ചെറിയ വട്ടം ഒവ്യൂൾ. ഏറ്റവും ഉള്ളിലുള്ള വട്ടം ഒവ്യൂൾ, പുറത്തുള്ള വലിയ വട്ടം ഓവറി, അണ്ഡാശയം. മാറരുത്. ഓക്കെ, അപ്പോൾ സ്റ്റിഗ്മയുണ്ട്, സ്റ്റെയിലുണ്ട്, ഓവറിയുണ്ട്, ഒവ്യൂളുണ്ട്. കിട്ടിയില്ലേ? ഈ 4 ആളുകൾ എന്ത് ചെയ്യണം? കറക്റ്റ് സ്പോട്ട് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. പരീക്ഷയ്ക്ക് അടയാളപ്പെടുത്താൻ ചോദിച്ചാൽ കൃത്യവും വ്യക്തവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആൻഡ്രീഷ്യത്തിലേക്ക്, മെയിൽ ഫ്ലവറിലേക്ക്, ആൺപുഷ്പത്തിലേക്ക് പോകാം. ആൺപുഷ്പത്തിൻ്റെ പേരെന്താണ്? കേസരപ്പുടം. പെൺപുഷ്പത്തിൻ്റെ പേരെന്തായിരുന്നു? ജനി. ഏതോ ഒരു പെൺകുട്ടിയുടെ പേരാ. ജനിപുടം. എന്ത് പുടം? ജനിപുടം. ഓക്കെ, അപ്പോൾ ഇതൊരു ചെമ്പരത്തിൻ്റെ ഒരു ഭാഗമാട്ടോ. ചെമ്പരത്തിൻ്റെ മെയിൽ ഫ്ലവറിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണ്. 2 ഭാഗങ്ങൾ.
ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്കടാ, ഇവിടെ വലിയൊരു കൊമ്പുണ്ടോ? കൊമ്പല്ല, ഒരു തണ്ട് ഒരു 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 വടി പോലത്തെ ഒരു ചങ്ങായി. ഈ വടി പോലത്തെ ഈ ചങ്ങായിനെ വിളിക്കുന്ന പേരാണ് ഫിലമെന്റ്. എന്താണ് പേര്? ഫിലമെന്റ്. അതിൻ്റെ മലയാളം എന്താ? തന്തുകം. എന്തുകം? തന്തുകം. തന്തൂരി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ തന്തുകം. എന്തുകം? തന്തുകം. ആ വടിയുടെ പേരെന്താണ്? ഫിലമെന്റ്. അപ്പോൾ ഞാൻ ഒരു മിനിറ്റ്. നേരത്തെ ഫീമെയിൽ ഫ്ലവറിൽ ഒരു വലിയ വടി ഉണ്ടായിരുന്നു. ആ വടിയെ നമ്മൾ വിളിച്ച പേര് സ്റ്റൈല്. എന്താണ് പേര്? സ്റ്റൈല്. പെൺകുട്ടികളല്ലേ കൂടുതൽ സ്റ്റൈലായിട്ട് നടക്കുക. നമ്മൾ ചെക്കന്മാർ അങ്ങനെ സ്റ്റൈലായിട്ട് നടക്കുക, നമ്മൾ ജസ്റ്റ് മുടി ഇങ്ങനെ ആക്കും. അപ്പോൾ പെൺകുട്ടികളുടെ എന്താണ്? സ്റ്റൈല്. പക്ഷേ ആൺകുട്ടികളുടെ പുഷ്പത്തിൻ്റെ മെയിൽ ഫ്ലവറിൻ്റെ എന്താണ്? ഫിലമെന്റ്. എന്തുമെന്റ്? ഫിലമെന്റ്. തന്തുകം. ഇതെവിടെയാണ്? തന്തുകം എവിടെയാണ്? മെയിൽ പുഷ്പത്തിലാണ്. മെയിൽ ഫ്ലവറിലാണ് എന്തുള്ളത്? തന്തുകം. മെയിൽ ഫ്ലവറിലെ വടിയാണ് തന്തുകം, ഫീമെയിൽ ഫ്ലവറിലെ വടിയാണ് സ്റ്റൈല്. മാറരുത്, പെൺകുട്ടികൾ സ്റ്റൈലായിട്ട് നടക്കും, അതുകൊണ്ട് ഫീമെയിലാണ് സ്റ്റൈല്, മെയിൽ എന്താണ്? ഫിലമെന്റ് ആണ്. ഇനി മലയാളം മീഡിയം എങ്ങനെ ആലോചിക്കാം? മെയിൽ തന്തുകം, തന്ത, അങ്ങനെ ആലോചിക്കട്ടെ, കിടക്കട്ടെ. തന്ത എന്താണ്? ആണല്ലേ? തന്ത ആണാണോ പെണ്ണാണോ? ആണ്. അപ്പോൾ തന്തുകം എന്താണ്? ആൺ പുഷ്പത്തിലായിരിക്കും. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യട്ടോ. ഓക്കെ, തെറിയൊന്നുമല്ല. ഓക്കെ, പോട്ടെ. ബൈ ദ ബൈ, ഇനി ഇവിടെ വേറൊരു ചങ്ങായും കൂടി ഉണ്ട്. അതാരാണ്? ഇതാ അങ്ങനെ കണ്ടോ, ഇവിടെ ഒരു മഞ്ഞ കളറിലുള്ള ഈ സംഭവം അതിനെ വിളിക്കുന്ന പേരാണ് ആന്തർ അല്ലെങ്കിൽ പരാഗി. എന്താണ് പേര്? പരാഗി അല്ലെങ്കിൽ ആന്തർ. അപ്പോൾ ആ ഒരു ഇങ്ങനെ ഞാൻ ഒരു മിനിറ്റ്, ഈ മഞ്ഞ കളറിലുള്ള ഈ വട്ടവട്ടങ്ങളാണെന്ത്? ആന്തർ. ഈ വടിയാണെന്ത്? ഫിലമെന്റ്. ആന്തർ ഫിലമെന്റ്. അപ്പോൾ മെയിൽ ഫ്ലവറിൽ എത്ര പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്? 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. 2 4 ഓക്കെ, 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഒന്ന് ആന്തർ, 2 ഫിലമെന്റ്. ഓക്കെ, ആ വടിയാണ് ഫിലമെന്റ്, അതിൻ്റെ മലയാളം തന്തുകം. പിന്നെ ആ കുറേ വട്ടവട്ടിട്ടുണ്ട്. ഈ ചങ്ങായി ഇവനാണ് ആര്? ആന്തർ അല്ലെങ്കിൽ പരാഗി. ഓക്കെ, ഈ പരാഗിയാണ് ഇവിടുന്ന് പോയിട്ട് എങ്ങോട്ട് വരിക? ഈ പരാഗണ സ്ഥലത്തിലോട്ട്, സ്റ്റിഗ്മയിലോട്ട് വരിക. ഇവിടെ ആരൊക്കെയുണ്ട്? സ്റ്റിഗ്മയുണ്ട്, സ്റ്റൈലുണ്ട്, ഓവറിയുണ്ട്, ഒവ്യൂളുണ്ട്. ഏറ്റവും ഉള്ളിലുള്ള വട്ടം ഒവ്യൂൾ, ഉള്ള്, ഒവ്യൂൾ. ഓക്കെ, പുറമേയുള്ള വലിയ വട്ടം അണ്ടാശയം അല്ലെങ്കിൽ ഓവറി. പിന്നെ ആരാണ്? സ്റ്റിഗ്മയും സ്റ്റൈലും. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? സോ ഈസ് കംപ്ലീറ്റഡ്.